എല്ലാവർക്കും നമസ്കാരം. തുളസി ഉപയോഗിച്ചുള്ള ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. വിട്ടുമാറാത്ത കഫക്കെട്ടിനും ചുമയ്ക്കും 10-15 തുളസിയില പിഴിഞ്ഞെടുത്ത നീരിൽ 1/2 ടീസ്പൂൺ ശുദ്ധമായ ചെറുതേൻ ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുക. തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ശ്വാസനാളത്തിൽ അടിഞ്ഞുകൂടിയ കഫത്തെ വേഗത്തിൽ അലിയിച്ച് പുറന്തള്ളാൻ സഹായിക്കും. എന്നാൽ തുളസി നീര് കഴിച്ച ഉടനെ തണുത്ത വെള്ളം കുടിക്കരുത്. പനിയും ജലദോഷവും മാറാൻ ഒരു പിടി തുളസിയിലയും അല്പം ഇഞ്ചിയും 4-5 കുരുമുളകും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കഷായം പോലെ ചൂടോടെ കുടിക്കുക. ഇത് ശരീരത്തിലെ താപനില കുറയ്ക്കുകയും വൈറസുകളെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കഠിനമായ അൾസർ ഉള്ളവർ കുരുമുളകിന്റെ അളവ് കുറയ്ക്കണം. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ദിവസവും രാവിലെ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. തുളസി ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഇതുവഴി പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത ഇല്ലാതാകും. ശ്വാസകോശ ശുദ്ധീകരണത്തിന് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി തുളസിയിലയിട്ട് ആഴ്ചയിൽ 2 തവണ ആവി പിടിക്കുക. ഇതിന്റെ ആവി ശ്വാസകോശത്തിലെ വായു അറകളെ ശുദ്ധീകരിക്കുകയും അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന അലർജികൾ മാറ്റുകയും ചെയ്യും. വായുനാറ്റവും പല്ലുവേദനയും മാറാൻ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ദിവസവും 2 നേരം വായ കുലുക്കുഴിയുക. ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വായിലെ ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും മോണയെ ബലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ തുളസിയില നേരിട്ട് പല്ലുകൊണ്ട് ചവച്ച് കഴിക്കരുത്. ഇതിലടങ്ങിയിരിക്കുന്ന മെർക്കുറി, ഇരുമ്പ് എന്നിവ പല്ലിന്റെ ഇനാമലിന് കേടുപാടുകൾ വരുത്തുകയും പല്ല് കറുക്കാൻ കാരണമാവുകയും ചെയ്യും. പ്രമേഹ രോഗികൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ തുളസിയിലയുടെ നീര് 1 ടീസ്പൂൺ വീതം കുടിക്കുക. ഇത് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഇൻസുലിൻ കൃത്യമായി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇൻസുലിൻ എടുക്കുന്നവരും ഉയർന്ന അളവിൽ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നവരും ഇത് ഉപയോഗിക്കുമ്പോൾ ഷുഗറിന്റെ ലെവൽ പെട്ടെന്ന് താഴാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഭക്ഷണത്തിന് ശേഷം ദിവസവും 1 കപ്പ് തുളസി ചായ കുടിക്കുന്നത് ശീലമാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തക്കുഴലുകൾ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കും. BP കൂടുതലുള്ളവർ ദിവസവും തുളസിയിലയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇതിലെ പൊട്ടാസ്യവും മറ്റ് ആന്റി ഓക്സിഡന്റുകളും രക്തക്കുഴലുകൾക്ക് അയവ് വരുത്താനും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനും സഹായിക്കും. എന്നാൽ ലോ BP ഉള്ളവർ ഇത് അമിതമായി ഉപയോഗിക്കരുത്. തലവേദനയും സൈനസൈറ്റിസും മാറാൻ തുളസിയില അരച്ച് നെറ്റിയിലിടുക, അല്ലെങ്കിൽ തുളസി വെള്ളം കുടിക്കുകയോ ചെയ്യുക. ഇത് തലയിലെ നാഡികളിലെ സമ്മർദ്ദം കുറയ്ക്കുകയും സൈനസ് അറകളിൽ കെട്ടിക്കിടക്കുന്ന കഫത്തെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ നെറ്റിയിൽ പുരട്ടുമ്പോൾ ശ്രദ്ധിക്കണം. പഴുതാര, ഉറുമ്പ് അല്ലെങ്കിൽ കൊതുക് കടിച്ച ഭാഗങ്ങളിൽ തുളസിയില നന്നായി ചതച്ചു പുരട്ടാം. ഇതിലെ പ്രകൃതിദത്ത ആന്റി ഹിസ്റ്റാമിൻ ഗുണങ്ങൾ വിഷാംശം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന നീറ്റലും ചൊറിച്ചിലും പെട്ടെന്ന് കുറയ്ക്കും. ദഹനക്കുറവും വയറ് വീർക്കലും ഉള്ളപ്പോൾ തുളസിയിലയും ഒരല്ലി വെളുത്തുള്ളിയും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത് ആമാശയത്തിലെ ആസിഡിന്റെ ഉൽപ്പാദനം ക്രമീകരിക്കുകയും കുടലിലെ പേശികൾക്ക് അയവ് വരുത്തി ഗ്യാസ് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ വിട്ടുമാറാത്ത കഠിനമായ അൾസർ ഉള്ളവർ വെറും വയറ്റിൽ ഇത് കുടിക്കരുത്. തലയിലെ താരനും പേനും മാറാൻ തുളസിയില നീര് അല്പം വെളിച്ചെണ്ണയിൽ ചേർത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇതിലെ ആന്റി ഫംഗൽ ഘടകങ്ങൾ തലയോട്ടിയിലെ താരനുണ്ടാക്കുന്ന ഫംഗസുകളെ നശിപ്പിക്കുകയും പേൻ ശല്യം ഇല്ലാതാക്കുകയും ചെയ്യും. എന്നാൽ ഈ എണ്ണ തേച്ച് രാത്രി മുഴുവനും വെക്കരുത്.